നമസ്കാരം, ഞാൻ ലൗജിത്ത്. ഞാൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത അരുതാത്തത് കണ്ടപ്പോൾ എന്നതിൻ്റെ 2ാം ഭാഗം കണ്ണൻ്റെ മകൻ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സഹകരിക്കുക. നമസ്കാരം. ഹലോ. തീർത്തേക്ക് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. എന്താണ് ഡേവിസേ? അജി, അപ്പൊ ഞാൻ പൈസ കാര്യം പറഞ്ഞ നീ പറഞ്ഞ? ഓ സോറിടാ, 50,000 അല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. നീ ഇപ്പൊ എവിടെ ഉണ്ട്? എടാ, നമ്മുടെ ജോസിന്റെ കട പൂട്ടിയെടുക്കണല്ലേ, ആ കടയുടെ മുന്നിലുണ്ട്. ശരിടാ, വെക്കിട്ടേട്ടാ. ഈ ആരോടൊക്കെയാണ് പിന്നെ? നിനക്ക് പൈസ എപ്പോഴാ വേണ്ടത്? എനിക്ക് 2 മണിക്ക് ബാങ്കിൽ പണം അടയ്ക്കണം. സമയം എത്രയാടാ? 11:30. എനിക്ക് മെമ്പർ വീട്ടിലൊരു ഡീലുണ്ട്, കുറച്ച് പണം കയ്യിൽ വരുന്ന കാര്യം. അതെന്തോന്നടാ? പിന്നെ നീ കരുതി ദീപു മെമ്പർ അല്ല, അയാൾക്ക് മറ്റൊരു മോൻ കൂടി ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിയിച്ച് പറയണപ്പാ. പിന്നെ നിനക്കെന്നല്ല, നാട്ടുകാർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം പറയാം, മെമ്പറെ വീട്ടിൽ പോയി തിരിച്ചു വെക്കാം. പിന്നെ നിന്നോട് മറ്റു ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. നേരം പോണു, 12 പണമായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വരാം. വേണ്ട, ഭാര്യ അറിയണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ബോസ്, കുറച്ച് ദിവസമായിട്ട് ഞാൻ അജിത്തിനെ ശ്രദ്ധിക്കുക. നമ്മളോട് സഹകരിച്ചു പോകാൻ അവനൊരു ബൈക്ക് ക്ലബ്ബിൽ പോകാം. ശരിയാ ബോസ്, എനിക്കും തോന്നി ഒരവട്ടം. എല്ലാം അവസാനിപ്പിച്ച് സൂക്ഷിക്കാനുള്ള അവന്റെ പരിപാടിയെങ്കിൽ അവന്റെ അവസാനമാണ്. ഇനി അവൻ നമുക്ക് അങ്ങോട്ട് പാരണെങ്കിൽ അവനെ തീർത്താലോ? ഇപ്പൊ വേണ്ട, ഇന്ന് ഞാൻ അവനൊരു ഡീൽ കൊടുക്കുന്നുണ്ട്, അത് ശരിയാവും നോക്കട്ടെ. ഞാൻ അജീനെ ഒന്ന് വിളിക്കട്ടെ. നീ അവനെ വിളിച്ചാ? ഇല്ല, ഞാൻ അവരെ വിളിക്കാൻ നോക്കായിരുന്നു. നീ ശ്രദ്ധിച്ച് കയറി ചെയ്യണം, തിരക്ക് കൊടുക്കുന്ന ആരും കാണരുത്. ഇത് ഞാൻ മെമ്പർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ. അതറിയാം, എന്നാലും ഉള്ളിലൊരു ഭയം. പണം വാങ്ങുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ശരി, ഞാൻ അവരെ എവിടെ എത്തുന്ന വിളിച്ചു നോക്കട്ടെ.
ആ നിങ്ങളെവിടെ എത്തി? ഹലോ, ഓൺ ദ വേ ആണ്. അരമണിക്കൂറിൽ എത്തും. എവിടെയാ വരേണ്ടത്? ആ കഴിഞ്ഞ ആഴ്ച ചരക്ക് കൈമാറിയ വെട്ടേട് പാലത്തിന്റെ അടുത്തുണ്ട്. പറഞ്ഞു മതി. ആരോ വന്നിട്ടുണ്ട്. ഓ അജിയ, വാ ഇരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ചെക്കും കുറച്ച് പണം. 25,000 രൂപയുണ്ട്. എനിക്ക് വേണ്ട. എന്താ ജി? പിച്ചക്കാശിന് വേണ്ടിയുള്ള പണി ഞാൻ നിർത്തി. നീ എന്തൊക്കെ പറയണ അജിയത്? ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിച്ചു. അവൻ മെമ്പറുടെ വീട്ടിൽ പോയിട്ട് കുറെ നേരമായില്ല. ഒന്ന് പോയിട്ട് നോക്കിയാലോ? ഇവൻ ഇന്നലെ അടിച്ച കഞ്ചാവിന്റെ ലഹരി മാറിയില്ലെന്ന് തോന്നേ. കഞ്ചാവും കിഞ്ചാവൊന്നുമല്ല, എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയേ പറ്റും. $10 ലക്ഷമോ? എനിക്ക് തരാൻ പറ്റില്ല. കിട്ടിയതുകൊണ്ട് പോവാൻ നോക്ക് നീ. എങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ജയിലിൽ പോയി ആക്കാം. എന്തിന്? ഈ വെട്ടിപ്പിടിച്ചതെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജയിലിൽ പോയി കിടക്കാനല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത തോന്നിയാസങ്ങൾക്കല്ല ഇതുവരെ വില വെച്ചിട്ടില്ല. അതെനിക്കറിയാം. ഞാൻ എല്ലാം അവസാനിപ്പിക്കാം. ഒരു ചെറിയ ബിസിനസ് തുടങ്ങും, അതിനാണ് ഇത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവനൊരു വശവശ ഉണ്ടെന്ന്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവനവിടെ ഉറക്കിയേക്ക്. ഹലോ, പറയൂ. ബോസ്, എനിക്ക് 2 പേരെ കൊല്ലേണ്ടി വന്നു. എന്ത്? 2 പേരോ? മെമ്പറുടെ പുഴമ്പക്കത്തുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, ഒരുത്തൻ. അവനെ കൊല്ലേണ്ടി വന്നു. ഞങ്ങൾ ഡേവിസിനെ കൊല്ലണത് അവൻ കണ്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവനെ കൊല്ലാണ്ട് നിവൃത്തിയുണ്ടായില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് വിടണം. ഏത് സമയത്തും പോലീസ് ഇവിടെ എത്തും. നിങ്ങൾക്കുള്ള പണം ഞാൻ അവിടെ എത്തിക്കാം. ശരി ശരി. എന്താണോ വിശേഷം? നീ കാര്യം പറയടൂ. ഓ, അതിന്റെ പിന്നിൽ നീയാണോ? ഇതിനെ കുറിച്ച് പറയാൻ IG ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇത് പണം അറിയേണ്ടി വരും. എന്നാ ശരി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. സാർ വരൂ. എന്താ വന്നത്? ഇത്രയൊക്കെ നിന്റെ സ്ഥലത്ത് നടന്നിട്ടും നീ ഒന്നും അറിയില്ലെന്നോ? സാർ, അതൊന്ന് വ്യക്തമാക്കിയാലോ? നിന്റെ സ്ഥലത്ത് നടന്ന 2 കൊലപാതകത്തിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? അതോ മറ്റുള്ളവരെ വല്ലൊരു സംശയമുണ്ടോ? സാർ, മാന്യ മര്യാദയോടുകൂടി ജീവിക്കുന്ന ഒരു ജനസേവനാണ് ഞാൻ.
എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഇപ്പോൾ ഞാൻ താങ്കൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി കാണേണ്ടതായിട്ട് വരും. ആരാണ്? ഇത് മെമ്പർ അല്ലേ? അതെ, എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാനാ, മരിച്ചുപോയ കണ്ണന്റെ മകനാ, രാഹുല്. ആ, രാഹുലോ? നീ എവിടെ നിന്നാണ് സംസാരിക്കണേ? ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിൽ SI ചാർജ് എടുത്തു. ആ, ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെയാ? അതെ, 10 മണിക്ക് മെമ്പറെ പോയപ്പോഴത്തേക്ക് ഞാൻ വരുന്നുണ്ട്. മെമ്പർ അങ്ങോട്ട് വരുമോ? എനിക്കൊന്ന് അർജന്റായിട്ട് ഒന്ന് കാണണം. ഓക്കെ. പോവാം പോവാം. നീ എന്നാണ് മലയ്ക്ക് പോകുന്നത്? അടുത്ത മാസം പോകും സാർ. അതെ. എന്താ മെമ്പറെ തുറച്ചു നോക്കുന്നത്? ഞാനൊന്നും അത്ഭുതപ്പെട്ടു പോയി. തനി നിന്റെ അച്ഛൻ പോലീസ് ഉൾപ്പിൽ വന്ന പോലെ. എൻ്റെ അച്ഛനൊരു പാവമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെയല്ല. പിന്നെ മോൻ പോലീസല്ലേ, അതിൻ്റെതായ ഒരു പവർ കാണിക്കണ്ടേ? എന്താ മോൻ എന്നോട് വരാൻ പറഞ്ഞത്? പറയാം. അതെ, ചാർജ് എടുത്ത് ആദ്യത്തെ കേസ് എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. നല്ല കാര്യം. അതിന് മെമ്പർ സഹായം എന്നോടൊപ്പം ഉണ്ടാവണം. തീർച്ചയായും കാണും. ഇത്ര നാൾ മോൻ എവിടെയായിരുന്നു? കുറിച്ചൊക്കെ മെമ്പർക്ക് അറിയാമല്ലോ. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. ശേഷം ഞാൻ എൻ്റെ പെങ്ങളും തനിച്ചായി. മക്കൾക്ക് ബന്ധുക്കൾ ആരുമില്ലേ? ഒരു അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ അത് ആ സങ്കടത്തിൽ എനിക്ക് പ്രേമമായിരുന്നു. ബന്ധുക്കളാരും സഹകരിക്കുന്നില്ല. അതുകൊണ്ട് മക്കളുടെ എടാ ഇവിടെ അരിയില്ലടാ, എനിക്ക് വിശന്നിട്ട് പോയ എന്തെങ്കിലും മേടിച്ചിട്ട് എന്തെങ്കിലും പൈസ ഒന്നുമില്ലടി. നീ ഒരു കാര്യം ചെയ്യ്, സഞ്ജയ്, ഞാൻ കടയിൽ പോയി മേടിച്ചിട്ട് വരാം. കുറച്ച് അരി തരുമോ? പൈസ പിന്നെ തരാം. മൊത്തം കേട്ടാ ഇരിക്കുന്നില്ല. 2 ചോറ് തരുമോ? പൈസ പിന്നെ തരാം. ഇന്നത്തെ പരിപാടി ഒന്നുമില്ല. റെഡി ക്യാഷ് തരാം. ചേട്ടാ അവിടെ ബ്രെഡ് ഉണ്ടോ? ബ്രെഡ് കിട്ടിയില്ലാടി. ഒന്ന് കിട്ടാത്തന്നെ കടയിൽ നിന്ന് ബ്രെഡ് മുറിച്ച് ഓടിയതാണ്. പക്ഷെ നാട്ടുകാർ തന്നെ ഓടിച്ചു തല്ലി.
ആകെ തല്ലി കയ്യും പോയി. ഒന്നിനെ പറ്റുന്ന ചാവില്ല കേട്ടോ. ഇല്ല, എനിക്ക് മരിക്കാൻ പറ്റില്ല. അച്ഛനെ കൊടുത്തൊരു വാക്കുണ്ട്, ഞാൻ പോലീസിൽ അച്ഛനെ കൊന്ന കൊല്ലാളി പിടിക്കുന്നു. അതിനുശേഷം പട്ടിണി സഹിക്കാൻ പറ്റാതെ എൻ്റെ പെങ്ങളും എന്നെ വിട്ടുപോയി. ശേഷം ഞാൻ തനിച്ചായി. അതിനുശേഷം ഞാൻ ലക്ഷ്യമില്ലാതെ നാട് വിട്ടു. എത്തിപ്പെട്ടത് ഒരു നല്ല മനുഷ്യൻ്റെ കയ്യിൽ. അയാൾ എന്നെ പഠിപ്പിച്ച് ഇന്ന് ഈ നിലയിലെത്തിച്ചു. എല്ലാവരും ദൈവാനുഗ്രഹം. അതെ, അയാൾ എനിക്ക് ദൈവം തന്നെയായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ എല്ലാത്തിനെയും ഞാൻ പൊക്കും, ഏത് കൊമ്പന്മാരായാലും ശരി. മോനെ, പോയത് പോയി. ഇനി മോനേനും ഞങ്ങൾക്ക് വേണം. വേണം മോനെ, എന്നെ തടയണ്ട. ഇപ്പം തിരക്കണ്ട്, പോട്ടെ, കാണാം. മണികണ്ടാ, എന്താ ബോസ്? ഒരു വരവൂടി വരേണ്ടി വരും. നമ്മൾ തീർത്തതിന്റെ ബാക്കിയോടി കിടപ്പുണ്ട്. എനിക്ക് മനസ്സിലായില്ല. കണ്ണന്റെ മകൻ പോലീസായി വന്നിട്ടുണ്ട്. അവസാനിപ്പിച്ച കേസുകളൊക്കെ വീണ്ടും കുത്തിപ്പോക്കാനായിട്ട്. ഞങ്ങൾക്കൊരു ഡീലുണ്ട്. ഞാൻ അടുത്ത ആഴ്ച വരാം. അപ്പൊ നമുക്ക് അവനെ തീർക്കാം. ഓക്കെ 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 ഇപ്പാണെങ്കിൽ സമാനായ. കാടോ മനുഷ്യനല്ലോ. ആ ഓട്ടോക്കാരൻ എന്ത് പണിയാ ചെയ്തേ? അയാളൊക്കെ പോലീസ് ചെയ്തില്ലേ? എങ്ങോട്ടാ? ആരുടെ വീട്ടില്? ഏത് വീട്ടില്? എന്നോട് സഹകരിച്ച് പിന്നെ ഞാൻ കൊണ്ടാക്കാം. എന്താ കുട്ടി ഒറ്റപ്പെട്ട സ്ഥലത്ത്? ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നതാ. അപ്പൊ ഓട്ടോക്കാരൻ ആളില്ലാത്ത സ്ഥലത്ത് ഇറക്കിയിട്ട് പോയി. നമ്പർ വല്ല പരിചയമുണ്ടോ? നമ്പർ അറിയില്ല. വാ കയറ്. വേണ്ട സർ. ഇയാൾ കയറണോ? ഞാൻ കൊണ്ടാക്കി തരാം. എന്താ പേര്? സാർ ഫോണില്ലേ? കോൺസ്റ്റബിൾ വന്നിട്ടില്ല. ഇയാള് പേര് പറ. നിഷ. നിഷ, നല്ല പേര്. വീട്ടിലാരൊക്കെ ഉണ്ട്? ആ, പോ. സാർ ഇതാണ് എന്റെ വീട്. ആ, ഇതാണ് വീടല്ലേ? ഓക്കെ. അതെ, ആ നമ്പർ തരാൻ പറ്റുമോ? തീർച്ചയായും. സർ ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു സർ. സാറേ, ഞാൻ മാക്സിമം നോക്കിയിട്ടാ, അവനെ കിട്ടിയില്ല. അവനെ ഓടിപ്പോയി. അല്ലടോ, ആ കൊച്ചെനിക്ക് നന്നായി ചേരൂലേ? ആ, കണ്ടിട്ട് കുഴപ്പമില്ല സാറേ, നമുക്ക് ആലോചിക്കാം. ചേരൂലേ? പോയാലോ? പോ. നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്കൊരു കാര്യം പറയാനാ. വരില്ലേ? എവിടെ വെച്ചാണ് സാർ? ദേവീക്ഷേത്ര പരിസരത്ത് വെച്ച്. ഓക്കെ സാർ, വരാം. അച്ഛൻ വന്നോ? ആള് പുറത്തു പോയി. ബോറടിച്ചോ നിന്നെ? കുറച്ച്. ഞാൻ ഫോൺ വിളിച്ചിരുന്നു. അയ്യോ, ഫോൺ സൈലന്റ് ആയിരുന്നു. അതെ. എന്താ വരാൻ പറഞ്ഞു? അത് പറയാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കവല കേട്ടോ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നെ കുറിച്ച് ഒന്നും അറിയാതെ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കോ? ഓക്കെ, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കാം. ശരി. കാണാം.
അച്ഛനായിരുന്നോ? നീ പിന്നെ ആരാ കാത്തിരുന്നത്? ചുമ്മാ പറഞ്ഞ അച്ഛൻ. നീ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നെ. മോളെ, നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ച സത്യം പറയാം. എന്താ ചാപ്പറ? നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയാം. എന്താ അങ്ങനെ പറഞ്ഞ? ഒന്ന് തെളിച്ചു പറ. നിനക്ക് ആരെങ്കിലോടും പ്രേമുണ്ടോ? ഞാൻ നിനക്കൊരു അച്ഛൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്ത് കൂടിയാണ്. സോറി അച്ഛാ, ഞാൻ അത് അച്ഛനോട് പറയാനിരിക്കായിരുന്നു. അവൻ ആരാ? അവനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയോ? അച്ഛൻ രാവിലെ ടൗൺ SI ആണ്. ഇത്രയും വലിയ ആളുകളായിട്ട് നമുക്ക് ബന്ധം വേണോ? നല്ലൊരു മനുഷ്യനാണ് അച്ഛാ. അച്ഛൻ രാവിലെ പാവാണ്. ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി. അച്ഛൻ പറ്റില്ല എന്ന് പറയരുത്. എങ്കിൽ അവനോടൊന്ന് ഇവിടത്തോളം വരാൻ പറയും. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ശരി അച്ഛാ. ഹലോ, രാഹുൽ തിരക്കിലാണോ? അതെ, നമ്മുടെ കാര്യം അച്ഛൻ അറിഞ്ഞിട്ടോ. എന്നിട്ടൊന്നുമില്ല, എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് സംസാരിക്കും. ശരി. രാവിലെ നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണോ? അതെനിക്കറിയില്ല. അതെ അച്ഛാ, ഒരിക്കലും ഞാനൊരു കളിയായിട്ടല്ല ഞാൻ കണ്ടത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് തന്നെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. അത് നല്ല കാര്യമാണ്. എനിക്ക് ആണും പെണ്ണായിട്ട് ഒന്നേ ഉള്ളൂ. അടുത്ത മാസം നല്ലൊരു ദിവസം തീരുമാനിക്കുകയാണ്. ശരി അച്ഛാ, ഒച്ചപ്പാടുകൾ തന്നെ. എന്താ പണിയുണ്ടോ? ഹലോ ബോസ്, ഞങ്ങൾ പുറപ്പെട്ടു. പെട്ടെന്ന് എത്തും. ആർക്കൊരു സംശയം തോന്നരുതാ. അത് പഠിക്കില്ല. എന്നൊക്കെ നേരിട്ട് വേണം. ആശാനെ, ഈ ഡീലെന്തോ പന്തികേട്. എന്ത് പന്തികേട്? ആശാനെ, നല്ല പട്ടച്ചാരെ കുടിക്കാൻ ആഗ്രഹം. അത് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. നിങ്ങൾ എവിടെ എത്തി? ബോസ്, ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങളൊന്ന് മിനിങ്ങിട്ട് വരാം. ചേട്ടാ, ഇവിടെ നല്ല പട്ടച്ചാരം കിട്ടുന്ന സ്ഥലം ഉണ്ടാ? ഇവിടെ ഓട്ടോ വിളിച്ചാൽ ഒരു 1.5 കിലോമീറ്റർ. ശാന്തമ്മയുടെ ചാരായി പറഞ്ഞാൽ മതി. ആശാനെ, ഇത് നമ്മുടെ പഴയ സ്ഥലമാണല്ലോ. കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് സാധനം കഴിച്ചിട്ട് നടത്തി പോവാം. നിങ്ങളിവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ കുറച്ച് ദൂരാന്നാ. എന്തിട്ട് കാര്യം? നല്ല സാധനം കിട്ടുന്ന പറയുമ്പോ നമ്മളവിടെ നല്ല മാറ്റി ചാരയം. ഓ, ഒരു സാധനം കിട്ടും. കിട്ടൂലേ? ശാന്തമ്മച്ചി, നിങ്ങളിവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നത് ശാന്തമ്മച്ചില് നല്ല സ്വയംഭം സാധനം പറഞ്ഞു. അത് എന്റെ ഇത്ര നല്ല സാധനമാണോ? ചേച്ചി, നല്ല സ്വയംഭം സാധനം ഒരെണ്ണം കൂടി ഒഴിക്കും. തരാം. ആശാനെ, അവരോടെ എനിക്ക് സാറേ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുഴപ്പള്ളത്ത് കുറച്ച് ക്രിമിനൽസ് കഞ്ചാവും മയക്കുമരുന്നൊക്കെ ആയിട്ട്. അയ്യോ, പോലീസാണല്ലോ.
ചേച്ചി പഠിക്കണ്ട, ചേച്ചി അവിടെ വന്നോ, ഞാൻ നോക്കി. ഇങ്ങോട്ട് വേണോ? എന്റെ അച്ഛനെ കൊന്നു തിന്നൂലേ? നിന്നും തീർക്കാനാണ് ഞാൻ വന്നേക്കണ. എന്നാ തീർക്കാൻ. സാറേ ഇനിയിപ്പോ നമ്മൾ ഈ കേസ് എന്ത് ചെയ്യും? താനൊന്നുകൊണ്ട് പേടിക്കണ്ടോ. FIR തക്കതായ FIR നമുക്ക് ചെയ്താം. ഹലോ, ഇത് ഞാനാ മെമ്പറെ, കടവടത്തറ സുഖു. എന്താ സുഖം? അതെ, പുഴപ്പോലത്തെ രണ്ടുപേരെ SI ആയിട്ട് ഏറ്റുമുട്ടി മരിച്ചു. ഫോട്ടോ ഞാൻ വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്. ഹലോ, എന്തൊരു രാഹുൽ എപ്പോഴാ വരണേ? ഞാൻ കുളിക്കാൻ കയറിയിട്ട് ഇപ്പൊ വരാം കേട്ടോ. ആണോ, ശരി. അപ്പൊ ദേ ഞാനിപ്പോ റെഡിയാവും. ശരി എന്നാ. നമസ്കാരം സർ, എന്താ വേണ്ടത്? ചാലക്കുടിയിൽ ഏറ്റവും മിതമായ വിലയ്ക്ക് ഏറ്റവും നല്ല തുണിത്തരങ്ങൾ കിട്ടുന്നത് ചാലക്കുടിയിൽ തന്നെ തിരിച്ചു. അതുകൊണ്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല. രാവിലെ പുറത്തിരിക്കണം. വാ വാ വാ, അകത്തേക്ക് വാ, അകത്തിരിക്കും, ഇവിടെ ഇരിക്കൂ. വേണ്ട, ഒന്നും വേണ്ട. കാരണം എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഇപ്പൊ ചെറിയ കേസിന്റെ കാര്യം എനിക്ക് പുറത്തേക്ക് പോകണം. പിന്നെ ഒരു ദിവസം കാണാം. പോട്ടെ, എന്നാ ശരി, കാണാം. ഇന്ന് വൈകിട്ട് മദ്യം കഴിച്ച് കിടന്നുറങ്ങാൻ വയ്ക്കരുത്. നാളെ കല്യാണമാണ്, മറക്കണ്ട. ഒരിക്കലും ഞാൻ കുടിക്കില്ല. പിന്നെ ആ ബുള്ളറ്റല്ല. ഇക്കട്ടെ, പറയില്ല. പിന്നെ നാളെ നമുക്ക് ഓക്കെ. എടോ, തന്നെ 2 ദിവസമായാലും വിളിക്കണു. എന്താ തന്റെ പ്രശ്നം? ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടു. എന്നാവും പൊക്കും. ആര്? SI രാഹുൽ എൻ്റെ 2 കൂട്ടാളികളെയും അടുത്തരാ. മൈ ഗോഡ്, അപ്പൊ അവനങ്ങനെ തീർത്താലോ? എങ്ങനെ? ഇത് കണ്ട, കൊടും വിഷാണ്. 5 മിനിറ്റ് കൊണ്ട് ആൾ ക്ലോസ്. ഇത് എവിടുന്നാ? ഇത് എൻ്റെ വൈഫിനൊരു ചുറ്റിക്കളി, അവളെ തീർക്കാനാ.
എന്തായാലും നിന്റെ കാര്യം നടക്കട്ടെ. അവനോട് വിളിക്കുക രാഹുലിനെ. ആ ശരി. എന്താ മെമ്പറേ? രാഹുലെ, എത്രയും പെട്ടെന്ന് നീ എന്റെ വീട് വരെ ഒന്ന് വരണം. ഒരു 5 മിനിറ്റ്. ഓക്കെ. ആ എന്താ വരാൻ പറഞ്ഞത്? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. എന്തായാലും എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രാഹുൽ? നാളെ എൻ്റെ കല്യാണമാണ്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ ചടങ്ങെല്ലാം ഭംഗിയാക്കി തരണം. സോറി, എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ മെമ്പറെ? അത് നീ ജീവിച്ചിട്ട് വേണ്ടേ? നീ കഴിച്ചത് വിഷമുള്ള ദിവസമാണ്. മെമ്പറെ, നിങ്ങൾ എന്നോട്? അതേടോ, ആ 2 വനത്തിൽ എന്റെ അച്ഛൻ എനിക്ക് അബദ്ധം പറ്റിയതാണ്. നീ എൻ്റെ അച്ഛനെ കൊന്നില്ലേ? ചാവാൻ കിടക്കുമ്പോഴാണ് കൊന്തളിപ്പ്. അച്ഛാ, ഞാൻ കുറെ നേരം രാഹുലിനെ ട്രൈ ചെയ്യുന്നു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കണില്ല. അവൻ വല്ല വണ്ടി ഓടിക്കായിരിക്കും. കുറച്ച് തിരിച്ചു വിളിച്ചു. സാറേ, രാഹുൽ സാർ കൊല്ലപ്പെട്ടു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? എന്നാൽ താൻ ജീപ്പെടുത്ത് ഉടനെ വീട്ടിലേക്ക് വാ. ഞങ്ങളും